വയനാട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ പുഴുവരിച്ചരിയും ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ലഭിച്ച ഭക്ഷ്യവസ്തുക്കൾ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം. പഞ്ചായത്ത് വിതരണം ചെയ്തത് പഴയ സ്റ്റോക്കാണോ, ലഭ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാറ്റിയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കും. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനിയുടെ വിജിലൻസ് അന്വേഷണത്തിലാണ് മുഖ്യമന്ത്രി ഉത്തരവിട്ടത്. ഏതൊക്കെ ഘടകങ്ങളായിരിക്കും പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരിക? സുരേഷ്, വയനാട്ടിലെ ദുരന്തബാധിതർക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റിൽ അത് തീയതി കഴിഞ്ഞ സാധനങ്ങളാണ് എന്നുള്ള രീതിയിൽ വിവാദങ്ങളും വിമർശനങ്ങളും പ്രതിഷേധങ്ങളും രാഷ്ട്രീയമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി കൂടി ഈ വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. ഔദ്യോഗികമായി വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ വിജിലൻസിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണ ഉത്തരവ് കൂടി ഔദ്യോഗികമായി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ഈ വിവാദം തുടങ്ങിയ അന്നു മുതൽ തന്നെ റവന്യൂ വകുപ്പും ഭക്ഷ്യവകുപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിക്കളയുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. തങ്ങളുടെ ഭാഗത്തല്ല തെറ്റുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് റവന്യൂ വകുപ്പ് പറയുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഭക്ഷ്യവകുപ്പും തങ്ങളുടെ ഭാഗത്തല്ല ഇത്തരത്തിലൊരു ക്രമക്കേട് നടന്നത്, ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് പറഞ്ഞ് കൈകഴുകാനുള്ള ശ്രമം നടത്തുന്നു. ഈ സാഹചര്യത്തിൽ BJPയും യുവമോർച്ചയും അടക്കം ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തുന്ന സാഹചര്യം. ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ കിറ്റ് വിവാദം വലിയ രീതിയിൽ രാഷ്ട്രീയമായി തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. വയനാട്ടിലും മറ്റ് 2 മണ്ഡലങ്ങളിലും ഈ വിവാദങ്ങൾ അടക്കം രാഷ്ട്രീയ വിഷയമായി, രാഷ്ട്രീയ ചർച്ചയായി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. അടിയന്തരമായി തന്നെ അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് വിജിലൻസിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഈ നിർദ്ദേശത്തിൽ പ്രധാനമായും അന്വേഷണ വിധേയമാകാൻ പോകുന്നത് ഏത് തരത്തിലാണ് ഈ കിറ്റ് അവിടെ നൽകപ്പെട്ടത്, ഒപ്പം തന്നെ പഴകിയ സാധനങ്ങളാണോ അവിടെ വിതരണം ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരണമെന്നുള്ളതാണ്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം നടത്തിയ BJP യുവമോർച്ചയും അടക്കം ഉന്നയിക്കുന്നത് ചില മേഖലകളിൽ ഈ ഭക്ഷണ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഭക്ഷ്യക്കിറ്റുകൾ കൈനാട്ടിയിലെ സംഭരണ കേന്ദ്രത്തിലടക്കം കെട്ടിക്കിടക്കുമ്പോഴാണ് പുഴുവരിച്ച ഭക്ഷണ സാധനങ്ങൾ സാധാരണ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ദുരന്തത്തിൽ നിന്ന് കരകയറാൻ ഒരുങ്ങുന്ന വയനാടൻ ജനതയ്ക്ക് നൽകിയത് എന്നുള്ളൊരു വിമർശനം രാഷ്ട്രീയമായി തന്നെ ഉയരുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിലൊരു കൃത്യമായ അന്വേഷണം വേണം. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ 2 വകുപ്പുകൾക്കെതിരെ അടക്കം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അടിയന്തരമായി പ്രാഥമിക റിപ്പോർട്ട് നൽകണം എന്നുള്ളതാണ് വിജിലൻസ് അന്വേഷണത്തിലൂടെ മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ഉദ്യോഗസ്ഥ തലത്തിലോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള അന്വേഷണം കൂടുതൽ വേണമോ, അല്ലെങ്കിൽ വകുപ്പുതല അന്വേഷണവും വകുപ്പുതല നടപടികളും വേണമോ എന്നതടക്കമുള്ള കാര്യത്തിലൊരു വ്യക്തത വരിക. എന്തായാലും രാഷ്ട്രീയ വിഷയമായി ഉയർന്ന സാഹചര്യം, പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിൽ സർക്കാർ തന്നെ ഔദ്യോഗികമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ ഒരു പുഴുവരിച്ച ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ നടത്തുകയാണ്. സുരേഷ്, ഭക്ഷ്യക്കിറ്റ് വിവാദത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.